Hello viewers, Namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader യൂസ് ചെയ്ത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കറക്റ്റ് സിഗ്നൽ ഫോളോ ചെയ്ത് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നീക്കാമെന്നുള്ള വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതെങ്ങനെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക 9061973737. ഇതെൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പാണ്. കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് വാട്സാപ്പിൻ്റെ ലിങ്ക് ഇട്ടുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അതർവൈസ് നമ്മൾ ഓഫീസ് വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇതെല്ലാം ഫുൾ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ ഞാൻ എക്സാമ്പിൾ വെച്ചിരിക്കുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റി കൂടെ അതിൻ്റെ ഓപ്ഷൻ എങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ മാർക്കറ്റ് റേറ്റ് 20,074 മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരും, സിഗ്നൽ വന്നു എന്നുള്ള ഇൻഡിക്കേഷൻ തരും. അതുപോലെ ആ ഡീറ്റെയിൽസ് മെയിൽ എഴുതി കാണിക്കും. ഈ ബൈ സിഗ്നൽ വന്നിരിക്കുന്ന ആരോ വന്നിരിക്കുന്ന 20,021 11:25 ഡേറ്റ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് മെയിൽ എഴുതി കാണിക്കും. അപ്പോൾ ബൈ വരുക എന്ന് വെച്ചാൽ എന്താണ്, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. അതുപോലെ സെൽ സിഗ്നൽ, അത് റെഡ് ഡൗൺ ആരോ നിഫ്റ്റിയിൽ വരുമെന്ന് വെച്ചാൽ അത് നമ്മൾ പുട്ട് ഓപ്ഷനിൽ പോകാനുള്ള ഇൻഡിക്കേഷൻ. അപ്പോൾ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് നമ്മൾ കോൾ എടുത്താലും പുട്ട് എടുത്താലും എന്താണ് അവിടെ കാണേണ്ടത്, ബൈ സിഗ്നലേ കാണാവുള്ളൂ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ ചെയിൻ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും അതിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എന്താ ബെനിഫിറ്റ് നിൽക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ കാണാൻ പറ്റും ആ ഒരു പ്രീമിയം ഏത് റേറ്റിൽ ബൈ ചെയ്യണം, ആ ഒരു സ്ട്രൈക്ക് ഏത് പ്രീമിയത്തിൽ ബൈ ചെയ്യണം, അതിന് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ എത്തുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരേ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സ്ട്രൈക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ മോർണിംഗിൽ ഫോളോ ചെയ്യേണ്ട നിഫ്റ്റി അണ്ടർലൈൻ അസറ്റിനെയാണ്, അതായത് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിനെയാണ്. അതിനെ ബേസ് ചെയ്താണ് ഓപ്ഷൻസ് പോണത്. അപ്പോൾ ഞാനിപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ എക്സാമ്പിൾ പറയാം. നമുക്ക് ഇവിടെ ബൈസിക്കിൾ വന്നു. അപ്പോൾ ലെവൽ ഇതിനകത്ത് കാണിച്ചു വന്നു. ഇവിടെ ഏറ്റവും മേളിൽ എഴുതി കാണിക്കും 20,021 ലെവൽ കിട്ടി. ഈ ലെവലിൽ ഇതിൻ്റെ ഓപ്ഷനിലോട്ട് പോകാൻ വളരെ സിമ്പിൾ. ഏത് സ്ട്രൈക്ക് ആണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇൻ ദ മണി എടുക്കുന്ന ആളാണെങ്കിൽ ഒരു 100-200 പോയിന്റ് താഴോട്ട് എടുക്കുക. അറ്റ് ദ മണി എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റ് തന്നെയുള്ള. അപ്പോൾ നമ്മൾ ഇൻ ദ മണി എന്ന് പറയുമ്പോൾ നമുക്ക് 19,900 800 എടുക്കാം. അറ്റ് ദ മണി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 20,000 കോൾ ഓപ്ഷൻ എടുക്കാം. ഔട്ട് ഓഫ് ദ മണിലാണെങ്കിൽ 20, 100, ആ ഒരു ലെവലുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ, അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പോയി ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു എല്ലാം പറഞ്ഞു തരും, എൻ്റെ ട്യൂട്ടോറിയൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ അയച്ചും തരും. അപ്പോൾ ഇതിപ്പം ഇവിടെ ബൈ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടതൊരു ഇന്തമണി ഓപ്ഷനാണ്. 20,021 ബൈ വന്നു. അപ്പം ഞാൻ എടുത്തത് ഒരു ഇന്തമണി ഓപ്ഷനാണ്. 19,800 എടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകണം 19,800 ആണ്. അപ്പം നമ്മൾ എടുക്കുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ സ്ട്രൈക്ക് ഉണ്ടല്ലോ, ആ സ്ട്രൈക്കിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കൺഫർമേഷൻ വരേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് അവിടെ എപ്പോഴും എന്താ കാണിക്കാവുള്ളൂ, ബൈയെ കാണിക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ബൈ ഉണ്ട്, ഗ്രീൻ അപ്പാരോ ആണ് ബൈ സിഗ്നൽ. ഇനി ഇത് കൺഫേം ആണെന്നോ, അതായത് നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റ് കയറിയാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അത് കൺഫേം എന്നെങ്ങനെ നോക്കുന്നത് വെച്ചാൽ ഇവിടെ ബൈ സിഗ്നൽ ഉണ്ട്. ഇനി കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആരോ വന്നതിന് ശേഷം നിങ്ങൾ നോക്കുക, പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്ന് നോക്കുക. അതുപോലെ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ആ ലൈവ് മാർക്കറ്റിൽ ഒറ്റ ബാറേ കാണുള്ളൂ. ഇതിപ്പോൾ ഇത്രയും കയറിപ്പോയതുകൊണ്ടാണ്. താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ബൈ സിഗ്നൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് കാണിക്കണം, ബൈ സിഗ്നൽ കാണിക്കണം. ഇനി അത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യും, പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്ന് കാണിക്കണം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അവിടെ വന്നോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞ് സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സിഗ്നൽ കൺഫേം ആണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആണ് അതിൽ യൂസ് ചെയ്യാവുന്നത്. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ ജോലി എന്ന് വെച്ചാൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ട് തരികയാണ്. നമ്മൾ ബാക്കി ട്രേഡിംഗ് എല്ലാം ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇത് 19,800 കോൾ ഓപ്ഷൻ അല്ലേ, 228.70 ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 228.70 നമ്മൾ ബൈ ചെയ്തെന്ന് വിചാരിക്കുക. ഇനി ഇതിന് എക്സിറ്റ് കൊടുക്കണ്ടേ, അതും സോഫ്റ്റ്വെയർ കാണിച്ചു. 228.70 താഴെ നോക്കി 251, 60, 269, 288, 20 3 ടാർഗറ്റ് സോഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ആ സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് തമ്മിലൊക്കെ ചെയ്തു തുടങ്ങി, എന്നാൽ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കൊരുവിധം മനസ്സിലായി ട്രേഡ് ചെയ്യുന്ന രീതി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇൻ ദ മണിയിൽ ഒറ്റ ട്രേഡ് മതി, ഒരു ദിവസം ഒറ്റ ട്രേഡ് മതി. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക. അതുപോലെ ഓവർ ട്രേഡിങ്, ഈ ഓവർ ട്രേഡിങ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സിസ്റ്റം നമ്മൾ
യൂസ് ചെയ്താൽ നമുക്കത് ബെനിഫിറ്റ് വരത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്പിൻ്റെ പുറത്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാകും. നമ്മൾ ആദ്യം നോക്കേണ്ടത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. അത് അവിടെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയണം. അത് കോൾ എടുക്കണോ പുട്ട് എടുക്കണോ ഏത് സ്ട്രൈക്കാണ് നമുക്കറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അവിടെ നമുക്ക് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിനെ വ്യക്തമായിട്ട് കാണിച്ചു തരും. ഏത് ലെവലാകുമ്പോൾ അതിനെ കട്ട് ചെയ്യണമെന്ന് ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുത്തിട്ടുണ്ട് ഒരു 14,000 റുപ്പീസ്, അതായത് ഒരു 5 ലോട്ടറിൻ്റെ സീരീസിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കിട്ടി. അപ്പം സ്റ്റാർട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 റുപ്പീസൊക്കെ വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഏൺ ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു സ്ട്രാറ്റജി ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ 2009 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് കണ്ട് ഒരു റെഡ് സ്റ്റാർസ് കാണിക്കുന്നുണ്ട്, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ഇനി ഇവിടുന്ന് റെസിസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് കയറും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിക്കുക, പക്ഷെ നമുക്ക് ഓൾറെഡി 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അതിനേക്കാളും മേളിൽ മാർക്കറ്റ് കയറിപ്പോയി. അപ്പം ഇത് സൈഡ് വേസ് റെസിസ്റ്റൻസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.